അതുപോലെ ഈ നടപ്പ് രീതിയിൽ പോയില്ലല്ലോ. ഇപ്പൊ ദാസാറൊക്കെ വോയിസിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പൊ ചിത്ര ചേച്ചിയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാർ. SPB അങ്ങനെ അല്ലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അതെ അങ്ങനെ തന്നെ സാറപ്പോ പറയും. സാറ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ തണുപ്പ് കുടിക്കും, എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈല് വേറെയാണ്. പക്ഷെ അത് എൻ്റെ പാട്ടുകൾ ഫോളോ ചെയ്യുന്നവര് അത് അതേപോലെ ആകാൻ ചിലവർ അങ്ങനെ ആകാറുണ്ടെന്ന് പറഞ്ഞു. അതായത് അങ്ങനെ തണുപ്പ് കുടിക്കാൻ സാറ് എനിക്ക് തോന്നുന്നു പ്രോഗ്രാം സമയത്ത് ചിൽഡ് വാട്ടറാണ് കുടിക്കണം. പക്ഷെ അത് നമുക്ക് പറ്റൂല. സാറ് പറയാം അത് ചെയ്യരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ ബോഡിക്ക് ഓരോ ഇതുണ്ട്, റെസിസ്റ്റന്റ് പവർ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പണ്ട് മുതലേ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോഴും പ്രശ്നമില്ല എന്ന് പറയും. അപ്പൊ അതും സാറ് പറയാറുണ്ട്. അത് ഓരോരുത്തർ ലൈഫ് സ്റ്റൈലാണ്. ഈ വേറിട്ടൊരു പാട്ടെന്ന് പറയുന്നത് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടാണ് ഐ എം വെരി സോറി. ഒരു 4000 സോറി അഫ്സൽക്ക പാടിയതാ. അത് എത്ര കാലം മുമ്പ് പാടിയെന്നറിയാമോ ആ പാട്ടുകളൊക്കെ? പക്ഷേ ഇപ്പോഴും അത് ആദ്യത്തെ ഡബ്ബിംഗ് സിനിമകളിലെ പെട്ടതാണ്. പക്ഷെ അത് രസമുള്ള പാട്ടാണ്. ഇപ്പോഴും അത് ആസ്വദിക്കുമ്പോൾ എനിക്ക് ആ പഴയ ഇതിൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അത് എൻ്റെ മാത്രം കഴിവാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ രസമല്ലേ അത്? രാജീവ് ആലിങ്കൽ എഴുതിയത്. ഡബിങ് സിനിമകൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കുറെ വരുന്നുണ്ട് ആ സമയത്ത്. അന്ന് ശ്രീകുമാരേട്ടനും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും കുറച്ചുകൂടി ട്രെൻഡി ആയിട്ട്, മലയാളത്തിനേക്കാളും മുന്നേ അവര് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള പാട്ടുകൾ. അപ്പൊ അത് അങ്ങനെ വന്നപ്പോഴാണ് നമുക്കും അങ്ങനത്തെ ഒരു ചാൻസസ് കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു പാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡൈനാമിക്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് പാടാൻ പറ്റി. I'm very sorry, ഒരു 4000 സോറി സ്വർണ്ണക്കട്ടി ഞാൻ പാടാം ഒരു സോറി. ഹലോ 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 പിണങ്ങിയോ മിടുക്കി അടങ്ങു പെൺമടി ചിരിക്കടി ചിലന്തി കോപമടക്കടി കാന്താരി. ഈ ഡബിങ് ചില പാട്ടുകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ. പുന്നാരപ്പേടമാനെയൊക്കെ പുന്നാരപ്പേടമാനെ ഒന്ന് നില്ല്, അത് ശ്രീമാരേട്ടൻ പാടിയിട്ടുണ്ട് പണ്ട്. പിന്നെ പുതിയ വെർഷൻ ഇറങ്ങിയിരുന്നു, ചിരഞ്ജീവി സാറിന്റെ പെങ്ങളുടെ മകൻ അഭിനയിച്ച രണ്ടാമത്. അതില് ഞാനാണ് പാടിയത്. അപ്പൊ അത് എന്റെ ചെറുപ്പത്തിൽ ശ്രീമാരേട്ടൻ പാടിയതാണ് ഞാൻ കേട്ടേക്കണത്. ഭയങ്കര രസം. കാരണം അന്നാണെങ്കിൽ പോലും തെലുങ്ക് പാട്ടുകളുടെ ഒരു സ്ട്രക്ചറിങ് വേറെ സ്റ്റൈലാണ്. അവരുടെ രീതികള്, പ്രോഗ്രാമിങ്ങും അതിന്റെ പ്രൊഡക്ഷനൊക്കെ വേറെ സ്റ്റൈലാണ് നമുക്ക് കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കുറെ ഹിറ്റ് സോങ്സ് ഡബിങ് പാടാൻ പോയിട്ടുണ്ട്. അതേമാതിരി കൃഷ്ണ എന്ന് പറഞ്ഞ അല്ലു അർജുന്റെ സിനിമയിൽ ചെമ്പനീർ പൂവേ നീ അന്നേതോരു രാവിൽ നീലമഞ്ഞിൽ വിരിഞ്ഞൻ കൺമുന്നിൽ വിഴിച്ചിന്തി അത്ഭുതം അടങ്ങാതന്നു ഞാൻ അങ്ങനെ നിശബ്ദം നിൽക്കവേ എങ്ങു പോയി പ്രകാശം നൽകി നീ നിൽക്കയാണെന്നെ ഓർത്തിന്നു ഞാൻ നിറങ്ങൾക്കാവും. അങ്ങനെ കുറെ ആ സമയത്തുള്ള കുറെ നല്ല പാട്ടുകൾ ഡബിങ് സോങ്സ് പാടാൻ പറ്റും. ഈ ടിപ്പിക്കൽ പാട്ടുകളുടെ കൂട്ടത്തിൽ വരുന്നത് തന്നെയാണ് ഈ എപ്പോഴും ദിലീപേട്ടൻ്റെ സിനിമകളിൽ പാട്ടുണ്ടാവും. അപ്പം കാന്താരിപ്പെണ്ണേ കാന്താരിപ്പെണ്ണേ അതൊരു സിറ്റുവേഷൻ സോങ് ആണ്. അത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ ലിപ്പ് ചെയ്ത് പാടിയിട്ടുള്ളതല്ല. അത് ആ ഒരു സിറ്റുവേഷന് വേണ്ടി റീ റെക്കോർഡിങ് പോലെ അങ്ങനത്തെ ഒരു പാട്ട്. അതിങ്ങനെ കാന്താരിപ്പെണ്ണേ അങ്ങനത്തെ ഒരു സ്റ്റൈൽ. ത്രോട്ട് ചീത്തോ ഇപ്പൊ അന്നൊക്കെ ആവേശത്തിലൊക്കെ ഇട്ട് പാടുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതെ, ശൃംഗാരവേല എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലേ, ശൃംഗാരവേല, അതിലും അങ്ങനത്തെ ഒരു പാട്ട് സിറ്റുവേഷൻ സോങ്. ശൃംഗാരവേല ശൃംഗാരവേ അങ്ങനെ ഒരു പാട്ടുണ്ട്. ദിലീപേട്ടൻ ലിപ്പ് ചെയ്യാണ്ട് പാടിയിട്ടുള്ള പാട്ടുകളുണ്ട് ദിലീപേട്ടന്റെ സിനിമകളിൽ. കാന്താരിപ്പെണ്ണയുണ്ട്, അതേപോലെ ശൃംഗാരവേലുണ്ട്. പിന്നെ രാംലീലയിൽ ഒരു പാട്ടുണ്ട്, ഒരു എലക്ഷൻ സോങ് ഉണ്ടായിരുന്നു, അതും പാടിയിട്ടുണ്ട്. അങ്ങനെ ലിപ്പ്, അതായത് അഭിനയിച്ച് പാടാത്ത കുറെ പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ മാപ്പിളപ്പാട്ട് പാടുമ്പോഴും പക്ഷെ ഒരു വെസ്റ്റേൺ സ്റ്റൈലിന്റെ ഒരു സാധ്യതയെ അപ്സരക്ക് എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേൾവി അങ്ങനെ ആയതുകൊണ്ടാണ്. കേൾവി അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ ടൈപ്പ് ഓഫും കേൾക്കും. പ്രത്യേകിച്ച് കുറച്ച് മുമ്പൊക്കെയാണെങ്കിൽ കുറെ കൂടി വെസ്റ്റേൺ സോങ്സ് ഒക്കെ ഞാൻ അന്ന് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ ഇഷ്ടമല്ല എന്നല്ല, പണ്ട് മൈക്കൽ ജാക്സന്റെ പാട്ടുകളും പിന്നെ അതേപോലെ ആ കാലഘട്ടത്തിലുള്ള കുറെ പാട്ടുകളൊക്കെ ഫോളോ ആയിരുന്നു. ആരൺ സ്മിത്ത്, അങ്ങനെ കുറെ പാട്ടുകാരുണ്ട്, ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്, അവരുടെ പാട്ടുകൾ അതൊക്കെ എപ്പോഴും റെഗുലറായിട്ട് ഞാൻ കേൾക്കുമായിരുന്നു. അത് ഈ നമ്മുടെ കേൾവിയിൽ അതൊക്കെ കുറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് പാട്ട് പാടുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും. മാപ്പിള പാട്ട് പാടുമ്പോൾ ആ ഒരു കൾച്ചറിൽ നിന്ന് പാടണം, അല്ലാതെയുള്ള പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തുകൊണ്ട് പാടുന്നുള്ള ഒരു ധാരണ എപ്പോഴും വെച്ചുകൊണ്ടാണ് പാടുന്നത്.
പുറത്തുനിന്ന് ഗായകരെ നമ്മൾ വിളിച്ച് പാടുന്നുണ്ടായിരുന്നു. പിന്നെ തന്നെ അതിനുശേഷം പുതുതലമുറയിൽ ഇപ്പോൾ ഹരിശങ്കറോ ഹരിചരണോ ഇപ്പോൾ കാർത്തികിനെ നമ്മൾ അവിടെ നിന്ന് വിളിച്ച് പാടിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള സമയത്തും പക്ഷെ ഇതിന്റെ ഇടയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു അഫ്സലിക്ക. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി വന്നതാണ്. ഇല്ലെങ്കിൽ കിട്ടാത്തൊരവസ്ഥയായിരുന്നു അവിടെ. കാരണം ലെജൻസ് ഭരിച്ചിരുന്ന ഒരു സ്പേസിലാണ് അഫ്സലിക്ക വരുന്നത്. ഇന്ന് കുറച്ചുകൂടെ മാറ്റി. ഇപ്പൊ അഫ്സലിക്ക വന്നപ്പോൾ തന്നെ കുറച്ച് മാറ്റിയല്ലോ. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്ന സ്ഥലത്താണ് ഇവരൊക്കെ വന്ന് പ്ലേസ്ഡ് ആവുന്നത്. ഇപ്പൊ വോയിസ് കൾച്ചർ മാറി കുറെ കൂടി മാറി. പണ്ടത്തെ രീതിയിൽ പാടാൻ പറ്റില്ല. ഇപ്പൊ ദാസേട്ടൻ വരുമ്പോൾ ഒരു തരത്തിൽ മാറി. എന്നിട്ട് ഇപ്പോ നിങ്ങൾ മാറ്റി ഇവിടം വരെ ഇവിടെ എത്തി. പക്ഷെ ഇനി എവിടെ എത്തുന്നു. പക്ഷെ അപ്പോഴും അഫ്സലിക്കയ്ക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ഉണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത്. കാരണം അത്തരത്തിലുള്ള പാട്ടുകൾ വരുമ്പോഴും ന്യൂ ജനറേഷന്റെ ഏറ്റവും പുതിയ പാട്ടുകളാണ് ഇപ്പൊ നമുക്ക് കൂടുതൽ റാപ്പ് സോങ്സ് ഒക്കെയാണ് കൂടുതലും സിനിമകളിൽ വരുന്നത്. ഡബ്സിയുടെയും അതേപോലെ വേടന്റെ പാട്ടുകൾ. അപ്പൊ അതൊക്കെ കേൾക്കും. എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതില്. അപ്പൊ ചില പാട്ടുകൾക്ക് അങ്ങനെ അനുകരിച്ച് നോക്കും. ഇപ്പം ബേബി ജീനൊക്കെ പാടുമ്പോൾ കായ് 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 അതൊക്കെ പറ്റും. ഡബ്സിയുടെ പാട്ട് ഞാൻ പാടാറുണ്ട്. ചില സ്റ്റേജിലൊക്കെ ഞാൻ ചില പാട്ടുകളൊക്കെ പാടും. ഡബ്സിയുടെ എന്ന് പറഞ്ഞാൽ ആ വോയിസിന്റെ ഒരു അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ പാടുമ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിൽ. പക്ഷെ ആ ഒരു ആക്സെന്റ് ഒക്കെ നമുക്ക് കൊടുത്ത് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റൈലില് പാടാം. പാട്ട് പാടുന്ന അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ, മഞ്ഞൾ പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ, വിണ്ണിലോ താരകം മണ്ണിലോ ആരവം, നെഞ്ചിലോ ബാൻഡടിയോ ഓ പരാഗെ പകലിരവഴ കൊള്ളാം. അപ്പൊ അഫ്സലിക്കയ്ക്ക് ഇനി ഭാവിയിൽ ഒരുപാട് പാട്ട് പാടാനുള്ള അവസരമുണ്ട്. ഈ അഫ്സലിക്കയുടെ ടിപ്പിക്കൽ പാട്ടുകളുണ്ടല്ലോ, പഞ്ചായത്തിലെ ആ സാധനം ഇല്ല, അത് ശരിക്കും ഇനി അഫ്സലിക്ക തന്നെയാണ്. വേറൊരാളെ നമ്മള് ഒരു ഗായകനെ അതിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്നില്ല. അത് രസമല്ലേ അങ്ങനെ അത് തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറയുന്നത്. ചില പാട്ടുകൾ നമുക്കായിട്ട് തന്നെ കിട്ടിയ പാട്ടുകൾ എന്നുള്ള അങ്ങനെ പാട്ടുകൾ. ഈ പാട്ടുകളൊക്കെ പ്രത്യേകിച്ച് പാട്ടുകൾ മാത്രമല്ല, അത് ആ സിറ്റുവേഷൻ അതിൽ അഭിനയിച്ച് ഇപ്പൊ ദിലീപേട്ടൻ അഭിനയിച്ചുകൊണ്ടും അതിന്റെ ഒരു ഇതുണ്ട്, അട്രാക്ഷൻ ഉണ്ട് പുള്ളി. അതിന് ഇപ്പൊ ആ പാട്ടാണെങ്കിലും ടു കൺട്രീസിലെ വെളുവെളുത്തൊരു പെണ്ണ്, അതൊക്കെ പുള്ളി അഭിനയിച്ച് അത് ഇതുകൊണ്ടാണ് അതിന്റെ ആ പാട്ടിനൊരു ഇമ്പാക്ട് കിട്ടിയിരിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളും പാടി വെച്ചിട്ടുണ്ട്. അത് ദിലീപേട്ടൻ എങ്ങനെയായിരിക്കും അത് പ്രസന്റ് ചെയ്യണമെന്നുള്ള അഭിനയിക്കുന്നതെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടാവും. നമുക്ക് ഒരു സിംഗറിനൊരു ഇതുണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ അങ്ങനെ ഒരു ആ പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഞാനും വരട്ടെ അടുമയ്ക്കാൻ കാടിനുള്ളിൽ, പോരു പുന്നാരേ മാമ്പു പൂക്കും മാസമല്ലേ, ഓടക്കുഴലൂതിക്കൊണ്ടടുത്തിരിക്കാം, ഒരു മരച്ചായയിൽ കിടന്നുറങ്ങാം, കണ്ണാരം പൊത്താം കിന്നാരം ചൊല്ലാം, കുഞ്ഞാടിൻ കൂട്ടത്തിൽ കൂത്താടാം. ഓ, ഇതിനാണ് ശരിക്കും അഫ്സലിക്ക വിളിക്കുന്ന എല്ലാവരും. ഈ കേറ്റോണ്ടല്ലോ ഹൈ റേഞ്ച് ഒറ്റ കേട്ടോ കുറെ പാടാൻ ഇപ്പൊ പ്രായമൊക്കെ